കാര്യം നമുക്ക് നമ്മളെക്കുറിച്ച് മാത്രമേ അറിയാവുന്നുള്ളത് കൊണ്ട് നമ്മൾ പൊട്ടക്കിണറ്റിലെ തവള എന്നുള്ള രീതിയിൽ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നതാണ്. ഇത്രയും പിന്നെ നമ്മുടെ തമിഴ്നാട് ഇതുമാതിരി ഇതിനേക്കാൾ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ആൾക്കാർ തമിഴ്നാട്ടിലുണ്ട്. സയന്റിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ISROയുടെ സയന്റിസ്റ്റോ റിസർവ് ബാങ്ക് ഗവർണറോ, അല്ലെങ്കിൽ അതിനപ്പുറമുള്ള ഇന്റർനാഷണലി അറിയപ്പെടുന്ന, അല്ലെങ്കിൽ ഇന്റർനാഷണലിലെ ഉദ്യോഗസ്ഥരോ, അല്ലെങ്കിൽ ആ രീതിയിൽ അറിയപ്പെടുന്ന ആൾക്കാർ ഏത് മേഖലയിലും, കലാ സാംസ്കാരിക സിനിമ മേഖലയിലായാലും മലയാളത്തിനേക്കാൾ എമിനന്റ് ആയിട്ടുള്ള ആൾക്കാർ തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. പക്ഷെ അവരാരും ഇതിനെ ഹൈലൈറ്റ് ചെയ്തിട്ട് ഇതിനൊരു മാർക്കറ്റിംഗ് സ്റ്റൈലാക്കി മാറ്റുന്നില്ല. അതുപോലെ തന്നെയാണ് ഇപ്പം നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ആൾക്കാർ, പഞ്ചാബികൾ, അവരും ഒരു സമയത്ത് അല്ലെങ്കിൽ ഒരു പ്രത്യേക രീതിയിൽ ഏറ്റവും എമിനന്റ് ആയിട്ടുള്ള പൊസിഷനുകളിൽ ഉണ്ടായിരുന്നു. വളരെ കുറച്ച് ഭയങ്കര സ്ട്രോങ് ആണ്, വളരെ കുറച്ച് എണ്ണം മാത്രമാണ് അവരിൽ ഉള്ളത്. അപ്പം അവരുടെ അത്രയും ഉണ്ടായിരുന്ന പിന്നെ സംഭാവനകൾ അത്രയും മലയാളിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്ന് അറിയില്ല. മലയാളി ഒരു പൊങ്ങച്ച സംസ്കാരത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്.